റിലയൻസ് അവരുടെ കഴിഞ്ഞ പോലത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാത്രം ലാഭം 3.7 ലക്ഷം കോടി റുപ്യാണ്. അവർക്കെതിരെ നമ്മളെ ചീഫ് സെക്രട്ടറി വിജിലൻസ് അഡീഷണൽ സെക്രട്ടറി ഹെൽത്ത് മിനിസ്റ്റർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടി 2006 ആക്ട് പ്രകാരം ആക്ഷൻ എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ആദ്യത്തെ വിധി വന്നിരിക്കുന്നത് 2024 അത് നമ്മൾ 2015 ഫയൽ ചെയ്ത കേസിൻ്റെ ബലമാണ്. ഇപ്പം 7 വർഷം അവർ റിലയൻസ് ആ കേസ് നീട്ടിക്കൊണ്ടുപോയി. അത് അവരുടെ പണത്തിൻ്റെ ഇതാണ്. ഇപ്പം വിധി വന്നിരിക്കുന്നത് റിലയൻസ് ഫ്രഷ് ഓണർ അസീസ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറിനെയും 6 മാസം മുതൽ 7 വർഷം വരെ ജയിലിലിടാനും ഇവരുടെ ഈ 2 പേരുടെയും സൂപ്പർ മാർക്കറ്റുകൾ, അസീസിന് 2 സൂപ്പർ മാർക്കറ്റും റിലയൻസിന് 20,000-ന് മുകളിൽ സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഇന്ത്യയിൽ, അത് പൂട്ടിക്കാനും പിന്നെ 10 ലക്ഷം രൂപ പിഴ ഇടാനുമാണ് ഓർഡർ ഇട്ടിരിക്കുന്നത്. നമ്മളെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിജിലൻസ് ആരോഗ്യ സെക്രട്ടറിക്ക് 2024 ഓഗസ്റ്റിന് നമ്മളെ വിധി വന്നായിരുന്നു. ഇതേ വിധി വന്നായിരുന്നു. അന്ന് നമ്മളെ ആരോഗ്യമന്ത്രി ഇടപെട്ട് അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറാണ് ഇത് എറണാകുളമാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അവരെ പിടിച്ച് കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ആ പോസ്റ്റ് 6 മാസം മുതൽ 7 വർഷം വരെ വീക്കെൻഡ് ആയിട്ട് വെച്ചു റിലയൻസിനെ രക്ഷിക്കാൻ വേണ്ടി. എന്നിട്ട് പിന്നെ ഒന്നും നടക്കാൻ സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയിൽ അവർ എനിക്ക് ഫേവറബിളായിട്ട് വരാത്തതുകൊണ്ട് ഞാൻ രണ്ടാമത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൊടുത്തു. അവിടെ നല്ല ശക്തമായിട്ട് എനിക്ക് വിധി വന്നിരിക്കുന്നുണ്ട്. നമ്മളെ ചീഫ് ജസ്റ്റിസ് സോമൻ ആണ് വിധി വന്നിരിക്കുന്നത്. 2006 ആക്ട് പ്രകാരം എത്ര വലിയ കോടീശ്വരനാണെങ്കിലും 2006 ആക്ട് പ്രകാരം ആക്ഷൻ എടുക്കാൻ ആവശ്യപ്പെട്ടു. അത് പ്രകാരമാണ് ഇപ്പം നമ്മളെ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ സീറോ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കേട്ട് കാണും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് പ്രകാരം അഴിമതി രഹിത കേരളം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഏതായാലും 7 വർഷത്തെ കാത്തിരിപ്പിന് ഒരു വിരാമം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്പൈസ് ബോർഡ് ഡയറക്ടർ ജനറൽ ഫോറിൻ ട്രേഡിന് ലെറ്റർ വിട്ടായിരുന്നു, ഗ്യാസിയെ നിരോധിക്കണം, കാരണം അത് കിഡ്നി ലിവർ ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. 3/2016 ഏകദേശം 7 വർഷം 3 വർഷം കൊണ്ട് ഇറക്കുമതി ചെയ്ത് 259 ലക്ഷം മെട്രിക് ടണ്ണാണ് ഇറക്കുമതി ചെയ്തത്. 60,000 കോടി റുപ്യാണ്.